വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് വന്ന് ഒരുപാട് നാളായി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ആൾക്കാരെ കാണിക്കുന്നത് കൊടുക്കുന്നത് നല്ല അടിപൊളി എല്ലാത്തരം പ്ലാന്റുകളും ഉണ്ട്. ഇവിടെ വന്നതിനുള്ള മുതലുണ്ട്. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം. ഇത് റെഡ് ഡയമണ്ട്. ഇത് കട്ടപ്പനയിൽ നിന്ന് ആദ്യം ഞങ്ങൾ റെഡ് ഡയമണ്ട് തുടങ്ങുന്നത്. അതേലാണ് ഫേമസ് ഒരു നല്ല സൂപ്പർ വീഡിയോസാണ്. ഇപ്പോൾ അങ്കമാലിലാണ് ഇത് കാഴ്ച കിടക്കുന്നത്. ഞാനിത് പറിച്ച് കാസർഗോഡ് നിന്ന് ഓരോ പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും പാകമായത്. പക്ഷേ ഇത് ഉണ്ട്, പക്ഷേ അത്ര ആയില്ല. ഇതുകൊണ്ട് കാ കിടക്കുന്നുണ്ടോ. ഇനി കായ്ക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഇതേ ഉള്ളൂ. പിന്നെ പ്രൂൺ ചെയ്യുക, മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുക, ബോറോൺ കൊടുക്കുക, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കുക. അങ്ങനെയാണ് എൻ്റെ അമ്മേതേ വരുന്നത്. അപ്പോൾ ഇവരാണ്. അപ്പോൾ ഇവർക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാവേ. വലുത് കിടപ്പുണ്ടായിരുന്നു, പക്ഷേ എവിടെയാണ് കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് കാഞ്ഞങ്ങാട്. ആണ്. ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിൽ നിന്നും ആള് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരട്ടെ എന്നോ പേര് പറയൂ. കഴിച്ചു നോക്കിയ പേരയ്ക്ക കൊള്ളാമെന്ന് പറ. ഇതുണ്ടോ ഇച്ചിരി കളർ വെക്കണം പഴുത്ത്. എന്നാലും എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? റെഡ് ഡയമണ്ട്. അത് പ്രീമിയം. അത് ഭയങ്കര കായ. പക്ഷേ ഇതിൽ ഇച്ചിരി എണ്ണം കുറയും. പക്ഷെ നല്ല ടേസ്റ്റാണത്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? മധുരമുണ്ടോ? മീഡിയം മധുരം. പക്ഷേ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് വന്ന് ഒരുപാട് നാളായി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ആൾക്കാരെ കാണിക്കുന്നത് കൊടുക്കുന്നത് നല്ല അടിപൊളി എല്ലാത്തരം പ്ലാന്റുകളും ഉണ്ട്. ഇവിടെ വന്നതിനുള്ള മുതലുണ്ട്. തിരിച്ച് നിരാശപ്പെടാനും പോകണില്ല. ഇവര് പറയുന്നത് അതുപോലെ ചെയ്യണം. അതെ അതെ, അതിന്റെ പരിചരണം തീർച്ചയായിട്ടും. ഇനി നമ്മൾ വരാം. താങ്ക് യു. ഇവിടെ ഉള്ളത് അറിയില്ലായിരുന്നു. ഇത് കഴിച്ചു നോക്കിയാൽ 2 ദിവസം മുമ്പ് വൈഫ് ഫേസ്ബുക്കിലോ ഏതാണ്ട് കണ്ടപ്പോഴാണ് ഇവിടെ നമ്മൾ വീഡിയോ പറഞ്ഞു. 2 ദിവസം മുമ്പ് വൈഫ് ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോഴാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതൊക്കെ 1 വർഷം ആകാറാകുന്നു. കഴിച്ചു നോക്കിയാൽ നല്ലതാണോ? ഇനി ഇങ്ങോട്ട് വരെ എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം അല്ല, റെഡ് ഡയമണ്ട് പ്രീമിയം. ഇവിടെ ഭയങ്കര പ്രോഡക്റ്റ് നല്ലപോലെ ഉണ്ടാവും. എണ്ണത്തിൽ കൂടുതൽ ദയാ കിടക്കുന്ന പേര് റെഡ് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് വീണ് പോവാം. അതിനൊരു ബോറും കൊടുത്താൽ മതി. എന്നാ പറ്റുന്നത്? പൂവായി കഴിഞ്ഞിട്ട് വീണ് പോവാ. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ റെഡ് ഡയമണ്ടിനൊരു ഈ പ്രശ്നം ഉണ്ടെന്ന് പലരും പറഞ്ഞു. ഇഷ്ടം പോലെ ഇവിടെ കാഴ്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്ത് അതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബോറോണും SOP കൂടെ കൊടുത്താൽ മതി, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. നേരെ ശരിയാവും. നമ്മൾ മിറാക്കിൾ ഫാം തൈ മാത്രം കൊടുക്കുകയല്ല, ഇതിൻ്റെ പരിചരണ രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണ്. ഓക്കെ, കാണാവേ. പേര് ഞങ്ങളുടെ ജോർജ്. എൻ്റെ പേര് ട്രീസ. ഇതും റെഡ് ഡയമണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് 2 എണ്ണം. റെഡ് ഡയമണ്ട് പ്രീമിയം. അതാ കാഴ്ച കിടക്കുന്നത്. ഇത് കട്ടപ്പനയിൽ നിന്ന് വീഡിയോ കാണുന്ന ആ വെറൈറ്റി. ഇത് പഴുത്താൽ നല്ല ഇച്ചിരി നല്ല മധുരം വരും. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ. അതപ്പോൾ ഞാൻ പറയായിരുന്നു മിറാക്കിൾ ഫാം അവിടെ റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പേരെ കണ്ട് വെച്ചിട്ട് പൊഴിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞു. അത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ. ഈ ജപ്പാൻ പേരെന്നും പറഞ്ഞ് ഒരെണ്ണമുണ്ട്. പക്ഷേ ഈ റെഡ് ഡയമണ്ടിൻ്റെ ബോറോണും SOP കൊടുത്താൽ നല്ല കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പരിചരണമല്ല ഞങ്ങൾ പറഞ്ഞു. വളം മരുന്നുണ്ട്, അത് മേടിച്ചിട്ട് പോകും. ഓക്കെ. അപ്പോൾ ശരിയേ.